പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ആട്ടം ദിക്രനി തോട്ടിലേക്കാണ്. ഷാദുലി DJ നമുക്ക് എല്ലാവർക്കും അറിയാം. ഷാദുലി റാത്തീബ് എന്ന പേരിൽ പുരോഹിതന്മാർ പള്ളിക്കുള്ളിലും അതുപോലെ തന്നെ പല വീടുകളിലും അതുപോലെയുള്ള മറ്റ് ആത്മീയ സദസ്സുകളാണെന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിലുമൊക്കെ ആടിപ്പാടി നടത്തുന്ന ആ റാത്തീബിന് പരിസമാപ്തി കുറിക്കാൻ വേണ്ടി പോവുകയാണ് സമസ്താലയത്തിലെ പുരോഹിതന്മാർ, പ്രത്യേകിച്ച് AP സമസ്തക്കാർ. അവരിലൂടെയാണ് കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു DJ പാർട്ടി നമ്മൾ കാണാൻ തുടങ്ങിയത്. ഇപ്പോൾ അത് കുരുവട്ടൂർ ശൈത്താന്മാർ അവരുടെ ചെയ്ക്കിന്റെ പേരിൽ നടത്തിയതോടുകൂടി അൻസാരി സുഹരി അത് വലിച്ച് കീറി ഭിത്തിക്കൊട്ടിക്കുന്ന ഒരു രംഗമാണ് നമ്മൾ കണ്ടത്. ഏത് ദീൻ അതെന്ത് എന്ത് ശൂന്യവൻ എടാ സുഹരി എന്തോ എന്നെ കൂടെ നിങ്ങളുടെ സുന്നി ചേർക്കുക. ഭയങ്കര ആഗ്രഹം. ഇപ്പം നിലവിലുള്ള സുന്നി പട്ടൊന്നും പോരാ, നിങ്ങളുടെ സുന്നി പട്ടം കിട്ടാൻ ഇത്രയൊന്നും തുള്ളാൻ എന്നെ കൂടെ പറ്റില്ല. കാരണം എൻ്റെ കാല് ഭയങ്കര പ്രശ്നമുള്ളതാണ്. സുഹരി എല്ലാത്തിനും പരിഹാരമുണ്ട്. മശായിഖന്മാരുടെ മതത്തോടുകൂടി സമൂഹത്തിന്റെ മുന്നിൽ ഫിത്ന പ്രചരിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ട പുരോഹിതന്മാർക്കിടയിൽ എല്ലാത്തിനും പരിഹാരം അവർ പ്രത്യേകം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ സുഹരിക്ക് പൂതിയാണല്ലോ, സുഹരിയുടെ ആഗ്രഹമാണല്ലോ ഈ ചുന്നിപ്പട്ടം പോരാ, മൂത്ത ചുന്നിപ്പട്ടം കിട്ടണമെന്നല്ല. മൂത്ത ചുന്നിപ്പട്ടം തന്നെ ചോദിച്ചു മോനെ പറഞ്ഞുകൊടുത്താൻ നല്ല തവള ചാടുന്ന പോലെ ചാടിയിട്ട് കാണിച്ചു കൊടുക്കും. സുഹരിയെ ശരിക്കും ശ്രദ്ധിച്ചോ? കൈ രണ്ട് മുമ്പിലോട്ടേക്ക് പിടിക്കുക. നൊയ്ച്ചുമോ പിടിക്കുന്ന കണ്ടില്ലേ? അതുപോലെ കൈ രണ്ട് മുമ്പിലോട്ടേക്ക് പിടിക്കുക. വളരെ സമാധാനത്തിൽ മുമ്പോട്ടേക്ക് മെല്ലെ 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 ചാടി അതിങ്ങനെ വരിക. ഒരു പ്രശ്നവും ഉണ്ടാകില്ല. മെല്ലെ 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 ചാടുക. ചാടുന്ന സമയത്ത് താളത്തിന് ഹല്ല 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 എന്നിങ്ങനെ ഉരുവിട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ അതൊരിങ്ങനെ ഒരു ഫ്ലോയിൽ അങ്ങ് പോകും. അങ്ങനെ പോയി ഒരു വിധത്തിലാകുമ്പോൾ സെറ്റ് ആയിക്കോളും. അപ്പോൾ നമുക്ക് പുതിയ ചുന്നിപ്പട്ടം കൃത്യമായി തന്നെ മച്ചായിക്കന്മാരുടെ മതത്തോടുകൂടി നിങ്ങൾക്ക് തരുന്നതായിരിക്കും. കാണിച്ച് പ്രശ്നമുള്ളത് അതുകൊണ്ട് ഇത്രയും തുള്ളാൻ പറ്റൂല. നന്നായിട്ട് തുള്ളിക്കണം കേട്ടാ. ഇതൊക്കെ അള്ളാഹുവിന്റെ ദീന് വേണ്ടി നല്ല ഉറഞ്ഞു തുള്ളണം. കാരണം അറിയോ, ഈ കഴിഞ്ഞ വലിയ പെരുന്നാളിന് കഴിച്ച 10-40 കിലോ പോത്തർച്ചയെല്ലാം കൂടെ ഒന്നിച്ച് തിന്നിട്ടില്ലേ, അതെല്ലാം കൂടെ ദഹിക്കണമെങ്കിൽ ഇത്രയും തുള്ളനെ പോലെ നല്ല കാലെ കുത്തി കറങ്ങണം. ഒറ്റക്കാലെ കുത്തി ഇങ്ങനെ കറങ്ങണം. പോത്തിറച്ചിയൊക്കെ തന്നിട്ടില്ല ആ ഒരു പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ കുറച്ച് നമുക്ക് മുറിച്ച് കളയാം, അതാ നല്ലത്. കുറച്ച് കുത്തി അങ്ങോട്ടേക്ക് രക്തമൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവും. കണ്ടില്ലേ സുഹരി? ഇത് ശരിക്കും ശ്രദ്ധിച്ചു നോക്കിയാൽ ഇത് കത്തിയൊക്കെ എടുത്ത് വളരെ ഭംഗിയായി ശരീരത്തിൽ കുത്തിമുറിച്ച് ഇങ്ങനെ രക്തമൊക്കെ ചീറ്റിക്കൊണ്ട് പ്രത്യേക രീതിയിൽ അത് എടുത്തെറിയൊക്കെ ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾ പറഞ്ഞ ആ പരിപാടിയൊക്കെ കൃത്യമായി അവിടെ നടക്കുന്നുണ്ട്. അന്നേരം പിന്നെ ഈ പോത്തിറച്ചിയൊക്കെ ശരിക്കും ഇളകി കിട്ടും. നല്ലോണം മൂക്കറ്റം തോന്നിട്ടുണ്ടാവുമല്ലോ, അതെല്ലാം ഇങ്ങനെ ഇളകി കിട്ടും. ഈ രീതിയിൽ ശരിക്കും മലക്കൊലം ശരിക്കും അറിയുന്നുണ്ട്, മലക്കൊലം നന്നായി അറിയുന്നുണ്ട്. അപ്പോൾ ഇത് സെറ്റാവുന്ന വിചാരിക്കുന്നത്. എന്നാലും ദഹിച്ച് കിട്ടുള്ളൂ. ഞങ്ങളൊക്കെ ഷാദിൽ റാത്തീബ് കണ്ടിട്ടുള്ളവർ ഇത് എന്തുകൊണ്ട് കാണിക്കുന്നത് അറിയാൻ വയ്യ. കുരുവട്ടൂർ വലിയുള്ളയാ ആരാണത് അറിയാൻ വയ്യത്തോണ്ട് ആരാ ഈ കുരുവട്ടൂർ വലിയുള്ള സുഹരി ഇതാണ് ആള്. ഈ വള്ളത്തലി കെട്ടും ഇളിച്ചുകൊണ്ടിരിക്കുന്ന സാധനം. 15 മിനിറ്റ് കൊണ്ട് മ്യൂസിക് പഠിച്ച് സിനിമയിലും നാടകത്തിലുമൊക്കെ മ്യൂസിക് ഒക്കെ ചെയ്തിട്ടുള്ള വലിയ അവറുകളാണ് ആ തൊട്ടടുത്തിരിക്കുന്നത്. മഹാനായ ബാബുരാജ് സംഗീതം വായിക്കുക. ഞാൻ 2 മിനിറ്റ് എനിക്ക് ഹാർമോണിയം തന്നു. 15 മിനിറ്റ് കൊണ്ട് ഹാർമോണിയം ഞാൻ പഠിക്കുകയും ചെയ്തു. 15 നാടകത്തിൽ ഞാൻ മ്യൂസിക് ചെയ്തിട്ടുണ്ട്. 5 സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുമുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇല്ലാതായിരിക്കും ഉണ്ടോ? ഇതൊക്കെ നമ്മുടെ കലാപ്രകടനമാണ്. ആറാമ മറ്റേ സ്വർഗത്തിൽ പോകാത്ത പരിപാടിയൊന്നുമില്ല. വയർത്തോൾ സിനിമയിൽ അഭിനയിച്ച മുഹമ്മദ് റാബി ഇപ്പോൾ സ്വർഗത്തിലുള്ളത്, പ്രേം നസീർ സ്വർഗത്തിലുള്ളത്. ഇല്ലാന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? അപ്പോൾ സ്വർഗം എന്ന് പറയുന്നത് അല്ല രേഖപ്പെടുത്തുന്നത് അല്ല. ആദ്യത്തിനൊക്കെ നമ്മൾ അംഗീകരിക്കുന്നത് നിന്റെയൊക്കെ ഈ കാട്ടിക്കൂട്ടൽ എന്താണിത്? ഇത് കാണുന്ന ഈ ബഹുസ്വര സമൂഹത്തിൽ ഈ മനുഷ്യരിതൊക്കെ കാണുമ്പോഴേ സുഹരി ഇത് ശരിയല്ല. ഷാദുലി DJ അംഗീകരിക്കുകയും കുരുവട്ടൂർ DJ തള്ളിപ്പറയുകയും ചെയ്യുന്നത് ശരിയല്ല. എല്ലാം DJ തന്നെയാണ്. ഇത് തന്നെയാണ്. അതുകൊണ്ട് ഇത് ശരിയല്ല എന്ന് പറഞ്ഞാൽ ശരിയല്ല. നമ്മൾ അംഗീകരിച്ചു തരൂല, നമ്മൾ ഒരിക്കലും അംഗീകരിച്ചു തരൂല. അവർ അന്തം വിട്ടു പോവാണ്. മുസ്ലിമീങ്ങൾ തന്നെ അന്തം വിടുകയാണ്. പിന്നെ ബാക്കിയുള്ള അവസ്ഥ അറിയിച്ചു.
അതേ മുസ്ലിങ്ങൾ അന്തം വിടുകയാണ്. നിങ്ങൾ ഇങ്ങനെ തുള്ളിക്കളിക്കലും ചെയ്യുന്നതാണിപ്പോ. ഇതെല്ലാം ആര് പഠിപ്പിച്ചെന്നാണ്? നിങ്ങൾ ഏതോ ഒരു ഷാദുലിന്റെ പേരും പറഞ്ഞിട്ടാണ് ഷാദുലി ഡി ജെ കളിക്കുന്നത്. ഇസ്ലാമുമായിട്ട് എന്ത് ബന്ധമാണ്? പ്രമാണങ്ങളുമായി എന്ത് ബന്ധമാണുള്ളത്? അതിനൊക്കെ ന്യായീകരിച്ചുകൊണ്ട് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി എന്ന് പറയുന്ന നിങ്ങൾ ഇന്ന് അംഗീകരിക്കുന്ന പണ്ഡിതൻ തന്നെ അന്ന് ഒരുപാട് നാദാപുരത്ത് കിടന്ന് വേറത്ത് പലതും പറഞ്ഞ് ഒപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. സഹാബാക്കൾ ആടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ തവളച്ചാട്ടത്തെ ന്യായീകരിച്ചത്. ഷാദുലി റാത്തീബില് അല്ലാഹ് 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 എന്ന് പറഞ്ഞിട്ട് ഷാദുലി റാത്തീബ് ചൊല്ലുന്നവര് ദിക്ർ ചൊല്ലുന്നു. മഹാനായ അബുൽ ഹസൻ ഷാദിലി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ ഖബർ ഈജിപ്തിലാണ്. ആ അബുൽ ഹസൻ ഷാദിലി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ അവരുടെ ശിഷ്യപരമ്പരയിലൂടെ ഇന്നും അവിടുന്ന് പറഞ്ഞു കൊടുത്ത ദിക്റുകൾ, അവിടുന്ന് ചൊല്ലിയ ദിക്റുകൾ ചൊല്ലുന്നവർ ഉണ്ട്. ഈ പറയുന്ന ഷാദുലി തങ്ങള് കിതാബോധി പഠിപ്പിച്ച് കൊടുത്തത് എന്നല്ല പറയുന്നത്. അവര് പഠിപ്പിച്ചു കൊടുത്ത കുറെ ദിക്റുകൾ, അയാൾ ഉണ്ടാക്കിയ കുറെ ദിക്റുകൾ പഠിപ്പിച്ചു കൊടുത്തു എന്നാ പറഞ്ഞത്. അതല്ലാതെ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചെന്ന ദിക്റുകൾക്കൊന്നും ഈ രീതിയിലുള്ള തുള്ളവും ആട്ടവും ഈ രീതിയിലുള്ള കൂട്ടം കൂടലും ഒന്നും ഇല്ല എന്നാണ് പ്രമാണങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലായിട്ടുള്ളത്. അൻസാരി സുഹരി, അതുകൊണ്ട് അൻസാരി സുഹരി, നിങ്ങൾ അവരെ കുറ്റം പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്യുന്നത് ശരിയാണ് എന്ന് പറയരുത്. ഈ പറയുന്ന ഡി ജെ പരിപാടി രണ്ടാൾ ചെയ്യുന്നതും തെറ്റ് തന്നെയാണ്. ഒന്നിനെ അംഗീകരിക്കുകയും മറ്റേതിനെ തള്ളിപ്പറയുകയും ചെയ്യരുത്. നിങ്ങൾ പറയുന്ന നിയമങ്ങളൊക്കെ ഇതിന് രണ്ടിനും ബാധകമാണ്. എന്തോ ഈ കാണിക്കുന്നത്? നിങ്ങളുടെ ഷെയ്ഖിന്റെ അവസ്ഥയാണിത്. അയാൾക്ക് എന്താ വല്ല പ്രശ്നമുണ്ടോ? വല്ല ഗ്യാസിന്റെ പ്രശ്നമുണ്ടോ? ഗ്യാസ് മുഴുവൻ പോയി കിട്ടാൻ വേണ്ടിയാണ്. സുഹരിയസ്തു, അത് മർക്കസിലെ പുള്ളോരോടും ഒന്ന് ചോദിച്ചൂടെ? ആ പുള്ളോരും ഇതേപോലെ തുള്ളുന്നുണ്ട്. എന്നിട്ട് ഇതൊക്കെ വലിയ മഹത്വക്കൂടെ വഴിയാണെന്ന് പറയുക, രാവും പകലും വെല്ലുവിളിക്കുക. നിങ്ങളെ കബറടക്കും, നിങ്ങളെ കുഴിച്ചു മൂടും, നിങ്ങൾ അങ്ങോട്ടാക്കി കളയും. വേർത്തുണ്ട് നിങ്ങളുടെ കൂടെ കുഞ്ഞായ്മത്. അതെന്താ ഇപ്പം സുഹരി എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുന്നുണ്ട്. ഇപ്പം ആ ഒരു ഊക്കൊന്നും കാണുന്നില്ലല്ലോ. ഇനി വിളിക്കാൻ പറ. ബാക്കി 2 മീനും കൂടെ പൊരിക്കാണ്ട് എനിക്ക്. ഞാൻ 2 ഫ്രിഡ്ജ് മാറ്റി വെച്ചിരിക്കുക. അവനൊക്കെ ഒന്ന് പറയാൻ പറ. പറഞ്ഞിട്ടുണ്ട്. ഞാൻ കേൾപ്പിച്ചു തരാം. തെറിയൂർ കുഞ്ഞമ്മദ് എന്തെല്ലോ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഓനെ തൊള്ളയിൽ തോന്നൊക്കെ വിളിച്ചു പറയലാണല്ലോ ഒരു പണി. മശായിഖന്മാരുടെ മതത്തോടുകൂടിയാണ് ചങ്ങാതി പലതും പറഞ്ഞു വെക്കാറുള്ളത്. ചില തലപ്പാവുധാരികളായ വഹാബി പ്രചാരകരെ ഇവിടെ വിലക്കെടുത്തിരിക്കുകയാണ്. അതിൽ ചില യൂട്യൂബർ മൗലവിമാരുണ്ട്. ഇപ്പോ യൂട്യൂബിലെ മൗലവിമാര് വരിക, തലേക്കെട്ടൊക്കെ ഉണ്ട്, ഓനക്കും തൊപ്പിയൊക്കെ ഉണ്ട്. കൂട്ടത്തിൽ ഞങ്ങളൊരു കാര്യം ഓർമ്മപ്പെടുത്തുക, തൊപ്പി ഉണ്ട് എന്ന് കരുതിയിട്ട് തൊപ്പി വെച്ച് എന്നുള്ള നിലക്കാണ് പലരും ഓനെ കൊണ്ടുപോകണമെന്ന് വെച്ചെങ്കിൽ തൊപ്പി എന്നുള്ളതിലൊക്കെ വേറെയും കുറെ ആൾക്കാരുണ്ട്. അവരേതായാലും ഈ രൂപത്തിലുള്ള അഹ്ലുസുന്നയുടെ ആദർശ വിരുദ്ധത ഒന്നും പറയണില്ല. വ്യൂസ് കിട്ടാനാണ്, അതുപോലെ തന്നെ ആളുകൾ കൂടാനാണ് വെച്ചെങ്കിൽ ഇതിനേക്കാളും ഭേദം ആ സുന്നത്തിയമായത്തിന്റെ ആശയങ്ങളും ദീനൊന്നായിട്ട് കളിക്കാത്ത അങ്ങനത്തെ തൊപ്പിക്കാരെ കൊണ്ടുപോയിക്കോളങ്ങൾ. ഈ ചെങ്ങായിനേക്കാളൊക്കെ എത്ര നല്ലതാ അത്. തനിച്ച വഹാബി ആശയം അല്ലേ ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളിത് വെറുതെ പറയണല്ല. അയാൾ യൂട്യൂബില് വ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി, വീഡിയോക്ക് വ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെ നടത്തുന്നു. നമ്മളാ വിഷയത്തിൽ ഇടപെടാൻ പോയിട്ടില്ലല്ലോ. അതേസമയം സുന്നത്തി ജമാഅത്തുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ വന്നാൽ ഞങ്ങൾക്ക് ഇവിടെ ആരും വെറുപ്പേറൂല. മനസ്സിലാക്കിക്കൊള്ളണം. അതിന് ഇവിടെ ഓൻ എന്തിരിക്കണേ? നമുക്ക് ഏതൊരു കിണാപ്പ്, അത് ഓന്റെ ഈ വാർത്താണ്, ഓനക്ക് തന്നെ കിടക്കട്ടെ. ഞമ്മക്ക് എന്തോ ഒലക്കവന്. നിങ്ങൾ ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ട സഹോദരന്മാരെ, താനിച്ച വഹാബി ആശയം. ഓനൊരു വഹാബിചാരനാണ്, ഒരു സംശയം മുസ്ലിമീങ്ങൾക്ക് വേണ്ട. അവൻ പഴയ കാലത്ത് പ്രവർത്തിച്ചിരുന്ന സംഘടനയുടെ ആശയ സ്രോതസ്സുകൾ കൃത്യമായി വിലയിരുത്തിയാൽ ബോധ്യപ്പെടും. ഓൻ എന്തിന്റെ ആളായിരുന്നു? ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് നോക്കുക. അന്റെ പൊരിക്കാനുള്ള മീനൊക്കെ ഞാൻ റെഡിയാക്കി തരാം. എന്തേ മനസ്സിലാക്കിയത്? പലോരോട് കോഞ്ഞായിത്തരം കളിച്ചിട്ടുണ്ട്. അത് മശായിഖന്മാരെ മക്കളോടാ കളി വേണ്ട. മശായിഖന്മാരുടെ മതത്തോടുകൂടിയാണ് സുഹരിക്കെതിരെ ചങ്ങാതി ഇത് പലതും പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇതൊക്കെ അള്ളാന്റെ ദീനു വേണ്ടിയാണ്. എന്ത് ക്നാപ്പാണ് ഇതൊക്കെ അള്ളാന്റെ ദീനു വേണ്ടി. ഇതൊക്കെ തൊരീക്കത്തല്ല എന്റെയൊക്കെ. എൻ്റെ വാക്കിനെ കൂടെ പറയിപ്പിക്കരുത്. എന്നൊക്കെ തൊരീക്കത്താന്ന് പറഞ്ഞ് നടക്കുന്നത്. അപ്പം ഞങ്ങൾ പല ആളുകളും കണ്ടിട്ടുണ്ട്. ഇസ്ലാം സുന്നത്തേമായത്തിന് പണ്ഡിതന്മാരെ വിമർശിച്ച പല തൊരീക്കത്തോടുണ്ട്. പക്ഷെ അവരൊക്കെ ആണെങ്കിൽ പോലും ഈ വിമർശനങ്ങൾക്കൊന്നും മുഖം കൊടുക്കാതെ അവരവരുടെ പാട്ട് നോക്കി പോകണം. നിങ്ങളെന്ത് തൊരീക്കത്താണിത്? പച്ച തെറി പറയുക അവനെ കുഞ്ഞമ്മേനെ കൊണ്ട്. നിങ്ങളെന്താ വിചാരിച്ചത്? തേജോധം ചെയ്താലും തെറി പറഞ്ഞാലും ബാക്കിയുള്ളവരൊക്കെ അതൊക്കെ ഇവിടുത്തെ പാവപ്പെട്ട വിലമാക്കൾ ഉണ്ടാതിരിക്കും. നീയൊക്കെ പറഞ്ഞു നോക്ക്. നീയൊക്കെ നമ്മളെന്ന് പറഞ്ഞു നോക്ക്. ചീരമുളക് അറിയാം, ചീരമുളക്. അതിൻ്റെ അതേ റിയാക്ഷൻ ആയിരിക്കും. നീ പറ, ആ കുഞ്ഞമ്മേനെ കൊണ്ട് പറയുക, ഞാൻ 2 മീൻ കൂടെ ഫ്രിഡ്ജ് വെച്ചിട്ട് പൊരിക്കാൻ വേണ്ടി. കുഞ്ഞാമതിന് കൊട്ടേഷൻ കൊടുത്ത അയാളെ ജോലി ചെയ്യണ്ടേ? നിങ്ങൾ എങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെയാ ശരിയാകുക? കുഞ്ഞാമത് അവരുടെ വാടക ഗുണ്ടയാണ്. തുള്ളിക്കും, ചാടി തുള്ളിക്കും.
ചെയ്ക്ക് കുരുവട്ടൂർ വലിയുള്ള ഹരിയേ ഒന്ന് തീരുമാനാക്ക്. ഷാദുലി DJ, കുരുവട്ടൂർ DJ, ഏത് DJ നല്ലത്? അതേ സഹോദരങ്ങളെ, സമസ്ത കൂടാരത്തിൽ നിന്ന് പലതും വലിച്ചെറിയപ്പെടുകയാണ്. ഷാദുലി DJയെ ന്യായീകരിച്ച പുരോഹിതന്മാരുടെ കൂടാരത്തിലുള്ള ഒരു മുസ്ലിയാരാണ് അൻസാരി സുഹരി ആലപ്പുഴ. ആ മുസ്ലിയാര് കുരുവട്ടൂർ DJയെ പറയുമ്പോൾ പറഞ്ഞു വെച്ച പല കാര്യങ്ങളും, ആ പറഞ്ഞതൊക്കെ ഈ ഷാദുലി DJക്കും ബാധകമാണല്ലോ, പുരോഹിതന്മാർ ചെയ്യുന്ന മറ്റ് DJ പരിപാടികൾക്കും ബാധകമാണല്ലോ. മുസ്ലിയാക്കന്മാർ സമൂഹത്തെ വഞ്ചിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇസ്ലാമുമായി ഒരു പുലബന്ധം പോലും ഈ പറയുന്ന കാര്യങ്ങൾക്കൊന്നുമില്ല. ഇസ്ലാം പഠിപ്പിച്ച ദിക്റുകളും കാര്യങ്ങളും ഒക്കെയുണ്ട്, അതൊന്നും ആരും നിഷേധിക്കുന്നില്ല. ഈ പുരോഹിത നിർമ്മിത DJ പാർട്ടികളാണ് നമ്മൾ എന്നും എതിർത്തിട്ടുള്ളത്. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.